സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പരമ്പരയായി സംസാരിക്കണം എന്നുദ്ദേശിക്കുന്ന വിഷയമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി തൻ്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള സംഭവ കഥകളുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഓരോ ദർസിലും ഓരോ കഥകൾ ഇൻഷാ അല്ലാഹ് പറയണം എന്ന് ഉദ്ദേശിക്കുന്നത്. കഥകൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ്. ഒന്ന് ഖിസ്സ ബശരിയ എന്ന് പറയും, മനുഷ്യരുണ്ടാക്കുന്ന കഥകൾ, മനുഷ്യർ പറയുന്ന, മനുഷ്യർ എഴുതുന്ന കഥകൾ. അതിൽ സത്യങ്ങളുണ്ടാകും, അർദ്ധസത്യങ്ങളുണ്ടാകും, തീർത്തും കളവുകൾ നിറഞ്ഞതൊക്കെ ഉണ്ടാകും കുറേ കഥാ പുസ്തകങ്ങളിൽ. ഇനി ഗുണപാഠങ്ങളുള്ള കഥകൾ തന്നെ സംഭവിക്കാത്തതുമൊക്കെ ഉണ്ടാകും. മനുഷ്യ നിർമ്മിത കഥകളുടെ അവസ്ഥ അതാണ്. മറ്റൊന്ന് ഖിസ്സ ഖുർആനിയ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ, കഥകൾ. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, അല്ലാഹു തആല ഒരുപാട് സംഭവങ്ങൾ, പ്രവാചകന്മാരുടെ മറ്റു ആളുകളുടെയൊക്കെ കഥകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഖിസ്സ ഖുർആനിയ. മൂന്നാമത്തേതാണ് ഖിസ്സ നബവിയ്യ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കഥകൾ, മുൻ സമുദായത്തിൽ സംഭവിച്ചതായ പല ചരിത്രങ്ങളും കഥകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ കഥകളാകട്ടെ, സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കഥകളാകട്ടെ, അതിന് മറ്റു കഥകളിൽ നിന്ന് പല വ്യത്യാസങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കഥകൾ അത് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യാണ് എന്നുള്ളത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കഥകളും വഹ്യാണ്. അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹു വഹ്യ് നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, വിശുദ്ധ ഖുർആനിലെ കഥകളാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളാകട്ടെ, അതാണ് ഏറ്റവും സത്യസന്ധമായത്. കഥകളിൽ ഏറ്റവും സത്യസന്ധമായതായിരിക്കും. സിദ്ഖ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ്. ഒരിക്കലും കളവുണ്ടാകൂല, ഹഖായിരിക്കും. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കഥകളെല്ലാം സത്യസന്ധമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകളും അതുപോലെ സത്യസന്ധമായിരിക്കും. അതേപോലെ തന്നെ വാഖിഇയ്യ, നടന്നതായിരിക്കും. നടന്ന കഥകൾ മാത്രമേ, സംഭവിച്ച കഥകൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുള്ളൂ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ എടുക്കുകയാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കഥകളാണ്, സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കഥകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത കഥകൾ നമ്മൾ പറയില്ല, സഹീഹായ കഥകളാണ്. അതിൽ വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞാൽ, അല്ലാഹു തആല ഒരു കഥ പറഞ്ഞാൽ അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടാകും, അതിൽ ഗുണപാഠങ്ങൾ ഉണ്ടാകും, അത് സത്യസന്ധമായിരിക്കും, സംഭവിച്ചതായിരിക്കും. അതിൽ നമ്മൾക്ക് പഠിക്കാൻ, ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അതിൽ ഉണ്ടാകും. സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്.
ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠം ഉണ്ടാകും അവരുടെ കഥകളിൽ എന്ന് ഇവിടെ വിശ്വാസികൾക്ക് എന്നല്ല പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ അതിൽ പാഠങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള കഥകൾ ആണ് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ഉണ്ടാവുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്ര കഥകൾ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. പരത്തി പറയുക എന്നുള്ളതുണ്ടാകില്ല. അത് സംഭവിച്ചത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊണ്ടുവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയും കൂടിയാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നി ഊതീതു മിൻ ജവാമിഉൽ കലിം, ജവാമിഉൽ കലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങൾ പറയാനുള്ള കഴിവ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ ഉടനീളം ഉണ്ടാകും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കഥകളിലും അത് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കഥകളിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഉണ്ടാകും. ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സ്ഥിരതയേകുന്ന പല പാഠങ്ങളും നമ്മൾക്കതിൽ നിന്ന് പഠിക്കാൻ ഉണ്ടാകും. അപ്പോൾ കേവലം ഒരു കഥ കേൾക്കുന്നതിനപ്പുറത്ത് എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾക്ക് ഉപകാരപ്പെടാനാണ്, അല്ലാതെ വെറുതെ ഒരു കഥ പറയുന്ന ഒരു കഥാപുസ്തകമല്ലല്ലോ വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടാകും. അത് ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതിലൂടെ ഉമ്മത്തിനതിന് ഉപകാരമുണ്ടാകണം. ഉപകാരമുണ്ടാകുന്നത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവ കഥ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഒരുപക്ഷെ ഈ ചരിത്രം കേട്ട ആളുകൾ ഉണ്ടാകും. ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ അവരുടെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന ഫീമൻ കാന ഖബ്ലകും റജുലുൻ ഇശ്തറഅ ഖാറൻ. മുൻഗാമികളുടെ കൂട്ടത്തിൽപ്പെട്ട മുൻ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവ കഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുൻഗാമികളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ മുൻ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ഇശ്തറഅ ഖാറൻ, അയാൾ ഒരു ഭൂമി വാങ്ങി. ആ മനുഷ്യൻ ഒരു സാലിഹായ മനുഷ്യനായിരുന്നു എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. മുൻ സമുദായത്തിൽപ്പെട്ട ചില ശാരിഹകൾ പറയുന്നു ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളാണ്, ഒരു വ്യക്തിയാണ്. വ്യക്തി ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായിരുന്നാലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യവുമല്ല. മുൻ സമുദായത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ വ്യക്തി ഒരു ഭൂമി വാങ്ങി മറ്റൊരാളിൽ നിന്ന്. ഫവജദ ഫീഹാ ജറതൻ മിൻ ദഹബ്. ആ ഭൂമിയിൽ, അദ്ദേഹം വാങ്ങിച്ച ഭൂമിയിൽ ഒരു ജറത്ത് കണ്ടു. ജറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൺപാത്രം, പാത്രം കണ്ടു. സ്വർണം നിറക്കപ്പെട്ട അവസ്ഥയുള്ള പാത്രമാണ്. ആ പാത്രത്തിൽ സ്വർണമുണ്ട്. ഇങ്ങനെയുള്ളൊരു ഭരണി, ഒരു മൺപാത്രം, ഒരു പാത്രം ആ ഭൂമിയിൽ, അയാൾ വാങ്ങിച്ച ഭൂമിയിൽ അയാൾ കണ്ടു. ഫഖാൽ, അങ്ങനെ ഇയാൾ ചെന്ന് ആ ഭൂമി ആരിൽ നിന്നാണ് അയാൾ കൈപ്പറ്റിയത് അയാളോട് ചെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്, ഇശ്തറൈതു മിൻകൽ അർദ്, താങ്കളിൽ നിന്ന് ഞാൻ ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത്.
വലം അശ്തരി മിൻക ദഹബ്, സ്വർണം വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയിൽ നിന്ന്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഭൂമിയിൽ നിന്ന് കിട്ടിയ ഈ സ്വർണം ഉൾക്കൊള്ളുന്ന ഈ പാത്രം നിങ്ങൾ സ്വീകരിക്കണം. ഫഖാല റജുൽ, ആ ഭൂമി വിറ്റയാളുടെ മറുപടി ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അയാൾ പറഞ്ഞു, ഇന്നമാ ബിഅതുകൽ അർദ ബിമാ ഫീഹാ, ഞാൻ നിനക്ക് ഭൂമിയും ആ ഭൂമിയിലുള്ളതും മൊത്തമാണ് വിറ്റത്. അതുകൊണ്ട് ഈ സ്വർണം ഉൾക്കൊള്ളുന്ന പാത്രം നിനക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സമ്പത്തിന്റെ വിഷയത്തിൽ, സാമ്പത്തിക വിശുദ്ധിയുടെ വിഷയത്തിലൊക്കെ വളരെ സൂക്ഷ്മത കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഈ കഥയിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ഇവിടെ ഈ രണ്ടുപേരും സാലിഹുകളാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ചിന്തിച്ചത്. ഇങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നമായത്, നമുക്ക് പ്രശ്നം എന്താ നമ്മൾ ചിന്തിക്കണം. ഫതഹാകമ ഇലാ റജുലിൻ, രണ്ടുപേരും സമ്മതിക്കണില്ല. രണ്ടുപേരും പറയുന്നത് നിനക്ക് അവകാശപ്പെട്ടതാണ്. സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പറയാം. ഇവിടെ താങ്കൾക്കുള്ളതാണ്, മറ്റേ പറയും താങ്കൾക്കുള്ളതാണ്. ഫതഹാകമ ഇലാ റജുലിൻ, ഇവർ തമ്മിൽ പ്രശ്നമായി. അങ്ങനെ മൂന്നാമതൊരു കക്ഷിയുടെ അടുത്തേക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന രൂപത്തിൽ അവർ സമീപിക്കുകയാണ്. ആ മൂന്നാമത്തെ വ്യക്തിയും അറിവുള്ള ഒരു സാലിഹായ മനുഷ്യനാണ്. ഇവിടെ ഈ കഥയിൽ ഒരു പാഠമായി പണ്ഡിതന്മാർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ തർക്കങ്ങളും ശത്രുതയുടെയോ ഇങ്ങനെയുള്ള കുതർക്കത്തിന്റെ പേരിലല്ല. ഇവിടെ നന്മയുടെ വിഷയത്തിലും തർക്കം സംഭവിക്കും എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും ഒരു ഖൈറിന്റെ വിഷയത്തിലാണ് എന്ത് ചെയ്യണത്, സൂക്ഷ്മതയുടെ അങ്ങേ തലയാണ്. അതിന്റെ പേരിലാണ് ഒരു തർക്കം. സാധാരണ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുക മറ്റൊരാളോടുള്ള ശത്രുതയും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ ആയിരിക്കും ഒരു അടിസ്ഥാനം. ഖൈറിന്റെ വിഷയത്തിലും ചില സന്ദർഭങ്ങളിൽ തർക്കമുണ്ടാകും എന്നത് ഈ കഥയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഫതഹാകമ ഇലാ റജുലിൻ, അങ്ങനെ മറ്റൊരു അറിവുള്ള മനുഷ്യന്റെ അടുത്തേക്ക് അവർ ഈ കാര്യത്തിനൊരു വിധി തീർപ്പാക്കുന്നതിനു വേണ്ടി അവർ സമീപിച്ചു. ഫഖാൽ, ആ വിധി തീർപ്പാക്കാൻ അവർ തെരഞ്ഞെടുത്ത ആ മനുഷ്യൻ വളരെ മനോഹരമായി പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, അലക്കുമ വലദുൻ, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല അഹദുഹുമ, അതിലൊരാൾ പറഞ്ഞു, ലീ ഗുലാം, എനിക്കൊരു മകനുണ്ട്, ആൺകുട്ടിയുണ്ട്. വഖാല അൽ ആഖർ, അടുത്ത ആൾ പറഞ്ഞു, ലീ ജാരിയ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. ഖാൽ, അപ്പൊ ഈ വിധി തീർപ്പാക്കാൻ അവർ തെരഞ്ഞെടുത്ത ആ മനുഷ്യൻ, ബുദ്ധിയുള്ള അറിവുള്ള ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ ഫഅൻകിഹൽ ഗുലാമൽ ജാരിയ, ഈ ആണിനെ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, ഈ ആണിന് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുക. വൽയുൻഫിഖ അലാ അൻഫുസിഹിമാ മിൻഹു, അവർ രണ്ടുപേരും അവരുടെ ആവശ്യത്തിന് ഈ സ്വർണത്തിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ. വൽയതസദ്ദഖ, അവർ രണ്ടുപേരും അതിൽ നിന്ന് സദഖ കൊടുക്കട്ടെ എന്ന് അദ്ദേഹം തീർപ്പാക്കി കൊടുത്തു. ഇതാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ചരിത്ര സംഭവ കഥ. ഇതിന്റെ അവസാന ഭാഗത്ത് വേറെ മറ്റു ചില റിവായത്തുകളിൽ മറ്റു ചില അൽഫാദുകൾ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വ്യക്തി പറയും, നിങ്ങൾ രണ്ടുപേരും അവരുടെ മേൽ ചെലവഴിക്കുക, നിങ്ങൾ സദഖ കൊടുക്കുക എന്നും റിവായത്ത് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേൾക്കാത്ത ആളുകളും ഒക്കെ ഉണ്ടാകും. ഈ സംഭവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിൽ നിന്ന് നമ്മൾക്കുള്ള പല പാഠങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ്
നമ്മുടെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളും പറയാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ സംഭവം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ففي هذا دليل على أنه يوجد من الناس من هو ورع إلى هذا الحد. ഈ കഥയിലുള്ളൊരു തെളിവ്, ഒരു കാര്യം, ഈ പറഞ്ഞ ചരിത്ര സംഭവത്തിലൊരു തെളിവുണ്ട്. എന്തിന്? മനുഷ്യരുടെ കൂട്ടത്തിൽ ഇത്രയും സൂക്ഷ്മതയുള്ള, ഈ നിലക്ക് ഇത്രമേൽ സൂക്ഷ്മതയും ഭക്തിയുമുള്ള ആളുകൾ ഉണ്ട് എന്നതിന് ഈ സംഭവം തെളിവാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, വിശിഷ്യ പ്രത്യേകിച്ചും സാമ്പത്തിക വിശുദ്ധി, എന്റെ സമ്പത്തിലേക്ക് ഹറാമുകൾ വരരുത് എന്നുള്ള കണിശമായ തീരുമാനവും ചിന്തയും ആഗ്രഹവും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി വാങ്ങി അയാളവിടെ കുഴിച്ച് കൃഷി ചെയ്യുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ കിട്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഈ നിധി അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കിഴി പാത്രം കണ്ടിട്ടുണ്ടാകാം. ഇത് ആ വിറ്റ കക്ഷി അറിയാൻ പോകുന്നില്ല. ഇയാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. പക്ഷെ അയാൾ ആ കിട്ടിയത് എനിക്ക് അവകാശപ്പെട്ടതാണോ അല്ലയോ എന്നൊരു സംശയത്തിന്റെ പേരിൽ അവിടെ അയാൾ സ്വീകരിച്ചത് എനിക്ക് തന്നെ ആയിരിക്കും, അവിടെ ഞാൻ എടുക്കാം എന്ന് സമാധാനിക്കല്ല ചെയ്തത്. അത് എനിക്ക് അവകാശപ്പെട്ടതല്ല, എനിക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ടാണ് അയാൾ മറ്റേ അടുത്തേക്ക് ചെല്ലുന്നത്. ഇനി മറ്റേ കക്ഷി കിട്ടിയ അവസരത്തിൽ ഇതെനിക്കായിരിക്കും, ഞാൻ സ്വീകരിച്ച, ശരി ഞാനെന്നാ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനും കൂട്ടാക്കിയില്ല. അയാൾക്കും പേടിയാണ്, എനിക്ക് അവകാശപ്പെട്ടതാകില്ല എന്നുള്ളൊരു ബേജാറിൽ, ആ സൂക്ഷ്മത കൊണ്ട് അദ്ദേഹവും എന്ത് ചെയ്തു, ഈ രൂപത്തിൽ തന്നെ മറുപടി പറഞ്ഞു. രണ്ട് സാലിഹായ മനുഷ്യർ, രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ വജുണ്ടായിട്ട് കൂടി അവരുടെ സത്യസന്ധതയും സൂക്ഷ്മതയും വറഉം ഭക്തിയും സാമ്പത്തിക വിശുദ്ധിയും ഒക്കെയാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. ചില ഫിഖ്ഹിയായ ഒരു മസല കൂടിയുണ്ട്, അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വിഷയത്തിലേക്ക്, ബാക്കി ഗുണപാഠത്തിലേക്ക് വരാം. ഇവിടെ ഉള്ള ഒരു മസല, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ വാങ്ങിച്ച ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ വിറ്റ ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണത് അവകാശപ്പെട്ടത് എന്നുള്ള ഒരു വിഷയം വിറ്റയാൾക്കാണോ അല്ലെങ്കിൽ അത് വാങ്ങിച്ചയാൾക്കാണോ എന്നുള്ള മസ്അല ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് പറയുന്നുണ്ട്. അമ്മ ഹുക്മു ഹാദിഹിൽ മസ്അല ഫഖാല അൽ ഉലമ, ഈ വിഷയത്തിലുള്ള വിധി പണ്ഡിതന്മാർ പറയുന്നു, ശ്രദ്ധിക്കണം. ഇന്നൽ ഇൻസാന ഇദാ ബാഅ അർദൻ അലാ ശഖ്സിൻ, ഒരാൾ ഒരു ഭൂമി ഒരാൾക്ക് വിറ്റു, വവജദ അൽ മുശ്തരി ഫീഹാ ഷൈഅൻ മദ്ഫൂനൻ മിൻ ദഹബിൻ ഔ ഗൈരി, ആ വാങ്ങിയ വ്യക്തി ആ ഭൂമിയിൽ കുഴിച്ചിടപ്പെട്ട അവസ്ഥയിൽ സ്വർണ്ണ മറ്റോ കണ്ടു. ആരോ കുഴിച്ചിട്ടതാണ് ആ ഭൂമിയിൽ നിന്ന്, അങ്ങനെ തന്നെ ഈ ഖനി പോലെയുള്ളതല്ല, ആരോ കുഴിച്ചിട്ടതാണ്. മറ്റൊരാൾ കുഴിച്ചിട്ട ഒന്ന് ഭൂമിയിൽ നിന്ന് കിട്ടിയാൽ ഫഇന്നഹു ലാ യംലികുഹു ബിമിൽകിൽ അർദ്, അയാൾക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കൂടെ അത് കിട്ടൂല എന്നാണ്. മറ്റൊരാൾ കുഴിച്ചിട്ട അവസ്ഥയിലുള്ള, പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ നിധി എന്ന് പറഞ്ഞ സാധനം, ഇപ്പൊ നിധി അങ്ങനെ കിട്ടലുണ്ടാകൂല, സമ്പത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടു സൂക്ഷിച്ചു വെക്കും, അത് നിധിയായിട്ട് കിട്ടും. അപ്പോ ഭൂമി വിറ്റ ആൾക്കാണ് അതിനുള്ള അവകാശമുള്ളത്. അതാണ് ബൽ യകൂനു ലിൽ ബായി', മറിച്ച് അത് വാങ്ങിച്ച ആൾക്കല്ല, മറിച്ച് ആ ഭൂമി വിറ്റയാൾക്കുള്ളതാണ് ആ കുഴിച്ചിടപ്പെട്ട അവസ്ഥയിലുള്ള സ്വർണം അതുപോലെയുള്ള മറ്റു സമ്പത്തുകൾ. വൈദാ കാനൽ ബായിഉ ഇശ്തറാഹ മിൻ ആഖർ ഫഹിയ ലിൽ അവ്വൽ, ഇനി ഈ വ്യക്തി തന്നെ മറ്റൊരാളിൽ നിന്നാണ് അത് വാങ്ങിയതെങ്കിലോ, ഇയാൾ കുഴിച്ചിട്ടല്ല വേറൊരാളിൽ നിന്ന് വാങ്ങിയത് എങ്കിൽ, അതിനുശേഷം അടുത്ത കച്ചവടം നടക്കുന്നെങ്കിൽ ആദ്യം ആരിൽ നിന്നാണോ ഈ വ്യക്തി വാങ്ങിയത് അയാൾക്കുള്ളതാണ്. ഇയാൾ മറ്റൊരാൾക്ക് വിറ്റു,
ഇയാളതല്ല, മറ്റൊരാളിൽ നിന്നാണ് ആ ഭൂമി അയാൾ കൈപ്പറ്റിയെങ്കിൽ ഇങ്ങനെ കുഴിച്ചിടപ്പെട്ട സാധനം അയാൾ ആദ്യം ഇയാൾക്ക് വിൽക്കുന്നതിന് മുമ്പ് ഇയാൾ ആരിൽ നിന്നാണോ വാങ്ങിയത് അയാൾക്കുള്ളതാണ്. എന്നാൽ കാരണം لأن هذا المدفون ليس من الأرض بخلاف المعادن, കാരണം ഈ കുഴിച്ചിടപ്പെട്ട വസ്തു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽപ്പെട്ടതല്ല. ബിഖിലാഫിൽ മആദിൻ, ഖനികളിൽ നിന്ന് വ്യത്യസ്തമായി. ഖനികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭൂമി കുഴിച്ചെടുക്കുമ്പോൾ സ്വർണം, പെട്രോളിയം, അതുപോലെ തന്നെ ഇരുമ്പ്, ചെമ്പ്, വെള്ളിയൊക്കെ കിട്ടും. അതുപോലെയല്ല ഇത് മറ്റൊരാൾ കുഴിച്ചിട്ടതാണ്, ആരോ കുഴിച്ചിട്ടതാണ്. അങ്ങനെയുള്ള വിഷയത്തിൽ ആരാണോ ആ ഭൂമി വിറ്റത് അയാൾക്കുള്ളതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരാൾ ഫലവിശ്ചറ അർദൻ ووجد فيها معدنا من ذهب أو فضة أو حديد أو نحاس أو غيره فإنه يتبع الأرض. എന്നാൽ ഒരാൾ ഭൂമി വാങ്ങിച്ചപ്പോൾ ആ ഭൂമിയിൽ നിന്ന് സ്വർണം അല്ലെങ്കിൽ വെള്ളി, ഇരുമ്പ്, ചെമ്പ് പോലെയുള്ള സാധനങ്ങൾ ഖനിയായി കിട്ടി എങ്കിൽ അത് ആ ഭൂമി വാങ്ങിച്ച ആൾക്കുള്ളത് തന്നെയാണ്, ഭൂമിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഫിഖിയായ മസ്അലയാണ്. വിഷയം സിമ്പിളാണ്. മറ്റൊരാൾ കുഴിച്ചിട്ടതാണോ എന്നുള്ളത് വ്യക്തമാവും. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പലതുണ്ട്, ഭൂമിയിൽ പലതും അല്ലാഹു തആല നിശ്ചയിച്ചതുണ്ടാകും. ഈ പറഞ്ഞതുപോലെ സ്വർണം, പെട്രോളിയം, അതുപോലെ പല വസ്തുക്കളുണ്ട്. അത് ആ ഭൂമിയുടെ ആരാണോ കൈപ്പറ്റിയത് അയാൾക്കുള്ളതാണ്, ആ ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മറ്റത് എന്ന് പറഞ്ഞാൽ മറ്റാരോ കുഴിച്ചിട്ടതായതുകൊണ്ട് ഭൂമി വിറ്റയാൾക്കുള്ളതാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞ കൂടി നമ്മൾ മനസ്സിലാക്കണം. തയ്യിബ്, ഈ കഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം സാമ്പത്തിക വിശുദ്ധി തന്നെയാണ്. ഒരാൾ തന്റെ സമ്പത്ത് ഹലാലായ രൂപത്തിലാകണം, എന്റെ സമ്പത്തെല്ലാം എന്ന് ചിന്തിക്കണം എന്ന് ഈ കഥയിൽ നിന്ന് കിട്ടും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു പേടി ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കും. ആരും അറിയാൻ പോകുന്നില്ല, ആരും കാണാൻ പോകുന്നില്ല. ഹറാമിലൂടെ സമ്പാദിക്കുന്നത് ഞാനല്ലാത്ത രണ്ടാം കക്ഷി, മറ്റൊരു കക്ഷി അറിയാത്ത രൂപത്തിൽ സമ്പാദിക്കാനുള്ള വകുപ്പുണ്ടായിട്ടും ഒരാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ സൂക്ഷ്മത, റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ് അത് അറിയിക്കുന്നത്. ഈ സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിലേക്ക് ഹറാമ് കലരാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമ്പത്തിക വിശുദ്ധി എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലം വരാനുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലയതിയന്ന അലന്നാസി സമാനു ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അം മിൻ ഹലാലിൻ അം മിൻ ഹറാം. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അന്ന് മനുഷ്യർ ഹറാമായ സമ്പത്തിൽ നിന്നാണോ, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് പരിഗണിക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക വിശുദ്ധി, എൻ്റെ സമ്പത്തിലേക്ക് ഒരു രൂപ പോലും ഹറാം പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പേടിച്ച കാര്യം അത് തന്നെയാണ്. വലിയൊരു സമ്പത്ത്, അയാൾക്ക് ജീവിതകാലം അല്ലെങ്കിൽ ഒരുപാട് തലമുറക്ക് ജീവിക്കാനുള്ള ഒരു സമ്പത്ത് വെറുതെ കയ്യിൽ കിട്ടിയിട്ടും അതെനിക്കുള്ളതാണ് എന്ന് പറയാനും ന്യായീകരിക്കാനും വകുപ്പുണ്ടായിട്ടുകൂടി രണ്ടാം കക്ഷി അത് ചോദിക്കുന്നില്ല, താങ്കൾ എടുത്തോളൂ, അല്ലെങ്കിൽ ഒന്നാം കക്ഷി വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു കിട്ടിയൊരു സ്വത്തിനെ കുറിച്ച് ഇത് ഞാൻ കൈകാര്യം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ശരിയാകുമോ എന്ന് പേടിച്ചവർ മൂന്നാമതൊരു മനുഷ്യനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് തേടിച്ചെല്ലുന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക വിശുദ്ധിയുടെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു
എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സൂക്ഷ്മത എത്രയാണ്. ചില സലഫുകൾ പറഞ്ഞതുപോലെ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലഅൻ യത്റുക الرجل درهما حراما خير له من ان يتصدق ب100,000 درهم. 1,00,000 ദിർഹം സദഖ കൊടുക്കുന്നതിനേക്കാൾ ഖൈറാണ് ഹറാമായൊരു ദിർഹം വേണ്ട എന്ന് വെക്കുന്നത്. ഹറാമായ ഒരു രൂപ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു രൂപ ഹറാമായത് സമ്പാദിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്നതാണ് 1,00,000 ദിർഹം സദഖ കൊടുക്കുന്നതിനേക്കാൾ ഖൈറാണ്. അപ്പൊ ഹറാമിലൂടെ സമ്പാദിച്ച് ഒരുപാട് സദഖ കൊടുക്കുക എന്നുള്ളതല്ല, സമ്പാദിക്കുന്നത് ഏറ്റവും ഹലാലായ രൂപത്തിലാവുകയും എന്നിട്ട് അതിൽ നിന്ന് സദഖ കൊടുക്കാൻ, ഏറ്റവും നല്ല രൂപത്തിൽ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനം. ഇപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണം എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഖർദുൻ ഹസൻ, നല്ല കടം കൊടുക്കുക എന്ന് പറഞ്ഞെടുത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നല്ല കടം എന്ന് പറയണമെങ്കിൽ 5 ഷർത്ത് പറയുന്നതിൽ പണ്ഡിതന്മാരൊരു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു ഷർത്ത് ആ സമ്പത്ത് ഹലാലായ സമ്പാദ്യമാകണം എന്നുള്ളതാണ്. ഇപ്പൊ സമ്പത്തിനോടുള്ള ഇഷ്ടം മനുഷ്യനുണ്ടാകും. മനുഷ്യന് പൊതുവെ സമ്പത്തിനോട് ഇഷ്ടമുണ്ടാകും. സമ്പത്തിനോട് ഇഷ്ടമുണ്ടാവുക എന്നത് ആക്ഷേപിക്കപ്പെട്ട കാര്യമല്ല. പക്ഷെ സമ്പത്തിനോടുള്ള ആർത്തി ഇസ്ലാം ആക്ഷേപിച്ചിട്ടുണ്ട്. സമ്പത്തിനോടുള്ള അതിയായ ഇഷ്ടം, അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള അവന്റെ ഇഷ്ടം, മനുഷ്യന്റെ ഇഷ്ടം അതികഠിനമാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സമ്പത്തിനോടുള്ള ആർത്തിയാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ സമ്പത്തിന് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു. അങ്ങേറ്റം സമ്പത്ത് സമ്പാദിക്കുമ്പോൾ ഹറാം ഹലാൽ പരിഗണിക്കാതെ സമ്പത്ത് എന്ന് മാത്രം ചിന്തിക്കുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ ഉമ്മത്തിനും ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് സമ്പത്താണ്, സമ്പത്തിലൂടെയുള്ള പരീക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് നല്ല രൂപത്തിൽ സമ്പാദിക്കണമെന്നും അത് നന്മയിൽ ഉപയോഗിക്കണമെന്നും ചിന്തിക്കുന്നത് തെറ്റല്ല. സഈദ് ഇബ്നു അൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ലാ ഖൈറ ഫീമൻ ലാ യുരീദു ജംഅൽ മാൽ, സമ്പത്തുണ്ടാക്കണം എന്ന് ചിന്തിക്കാൻ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടണമെന്ന് ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത ആളിൽ യാതൊരു നന്മയുമില്ല. എങ്ങനെ മിൻ ഹില്ലിഹി, ഹലാലായ രൂപത്തിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം, സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്തവനിൽ നന്മയില്ല. എന്തിനാണ് അവൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ, കുടുംബബന്ധം ചേർക്കാൻ, അവന് സദഖ ചെയ്യാൻ. ഒരാൾ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം? മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടരുത്, നന്മകൾ ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ സമ്പാദിക്കുന്നത് തെറ്റല്ല, നല്ല കാര്യമാണ്. പക്ഷേ സമ്പത്ത് സമ്പാദിക്കുമ്പോഴും അതിനോടുള്ള ആർത്തി ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ ആർത്തി ഇസ്ലാം ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുണ്ട്. മനുഷ്യന്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള ഇഷ്ടം അത് മൂത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാൽ, ചില റിവായത്തിൽ വാദിയാനി മിൻ ദഹബ്, മനുഷ്യന് 2 താഴ്വര നിറച്ചും സ്വർണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിറച്ചും സമ്പത്തുണ്ടെങ്കിലും ലബ്തഗ വാദിയൻ സാലിസ, മൂന്നാമത്തൊരു താഴ്വര അവൻ ആഗ്രഹിക്കുന്നതാണ്. നോക്ക്, 2 താഴ്വര സ്വർണ്ണമുള്ള ആൾക്ക് 3-ാമത്തെ താഴ്വര അവൻ ആഗ്രഹിക്കുമാർ അവന്റെ ആർത്തി അങ്ങനെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ആർത്തി എത്രത്തോളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, യഹ്റുമു ഇബ്നു ആദം, മനുഷ്യൻ ഇങ്ങനെ പ്രായമായി കൊണ്ടിരിക്കും. വതശിബ്ബു മിൻഹു ഇസ്നതാൻ, ആ സമയത്ത് അവന്റെ 2 കാര്യങ്ങൾ യുവാവായി തന്നെ തുടരും. അതിലൊന്ന് അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ഇഷ്ടമാണ്, അതപ്പോൾ യുവാവായിരിക്കും. വൽ ഹിർസു അലൽ ഉമർ,
അത് രണ്ടാമത്തെ ജീവിക്കണമെന്നുള്ള അതിയ ആയുസ്സിലുള്ള അവന്റെ ആഗ്രഹവും. വയസ്സായാലും മരിക്കാൻ ഇഷ്ടമുണ്ടാകില്ല, അതേപോലെ തന്നെ ഒരുപാട് കാലം ജീവിക്കണം എന്നായിരിക്കും ചിന്ത. അതുപോലെ തന്നെ അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ഇഷ്ടം അവനിൽ യുവാവായി തന്നെ തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്പത്തിനോടുള്ള ഇഷ്ടം ഒരിക്കലും നമ്മളെ, സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന് സമ്പത്ത് നന്മയിൽ ചെലവഴിക്കാനൊക്കെ അവൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടണ്ട എന്ന നിലക്ക് സമ്പാദിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഖൈറിനു വേണ്ടി ചെലവഴിക്കണം എന്ന അർത്ഥത്തിൽ റബ്ബിനോട് ഗിന, ധന്യത ചോദിക്കുന്നത് പ്രോത്സാഹിപ്പിച്ച കാര്യവുമാണ്. പക്ഷെ സമ്പത്ത് എന്ന് മാത്രം ചിന്തിച്ച് ഹറാം ഹലാലുകൾ പരിഗണിക്കാതെ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമൽ മാലു സാലിഹ് ലിൽ അബ്ദി സാലിഹ്, ലിർറജുലി സാലിഹ്, ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് നല്ല സമ്പത്ത് എത്ര നല്ലതാണ്. ഒരു നല്ല മനുഷ്യന് നല്ല സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് എത്ര നല്ല കാര്യമാണ്. നല്ല ഹലാലായ സമ്പത്ത് ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ കിട്ടിയാൽ അത് നല്ലതാണ്, നന്മയിൽ ഉപയോഗിക്കും. അപ്പൊ സമ്പത്ത് അത് നന്മയിൽ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പ്രശ്നമല്ല. പക്ഷേ സമ്പത്ത് പലപ്പോഴും നമ്മളെ നശിപ്പിച്ചു കളയുന്ന ഒന്നായി സമ്പത്തിനോടുള്ള ആർത്തി അത് മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അവൻ എത്ര കിട്ടിയാലും മതിയാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ ഹുമാനി ലാ യശ്ബഅൻ, ആർത്തിയുള്ള രണ്ടാളുകൾക്ക് അവരുടെ വയറ് നിറയുകയില്ല. രണ്ട് വിഭാഗം ആർത്തിയുള്ള ആളുകൾ, ഒന്ന് താലിബു ദുനിയ, മറ്റൊന്ന് താലിബു ഇൽം, ഇൽം അന്വേഷിക്കുന്ന ഒരാൾ. ആ ആർത്തി എന്ന് പറഞ്ഞാൽ നല്ല ആർത്തിയാണ്, എത്ര പഠിച്ചാലും ഒന്നും മതിയാകൂല. താലിബു ദുനിയ, ദുനിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്പത്താണ്. ഒരർത്ഥം ദുനിയ എന്ന് പറയുന്ന വാക്കിന്റെ ഒരർത്ഥം സമ്പത്താണ്. സമ്പത്താകട്ടെ, ദുനിയാവിന്റെ മറ്റു കാര്യങ്ങളാകട്ടെ, അത് അന്വേഷിക്കുന്നവൻ, അത് മാത്രം ചിന്തിച്ചു പോകുന്നവൻ ഒരിക്കലും മതിയാകൂല. അവൻ എത്ര തന്നെ അവന്റെ ശേഷം ഒരുപാട് തലമുറക്ക് ജീവിക്കാനുള്ളത് അവൻ സമ്പാദിച്ചാലും അവന്റെ ആർത്തി തീരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന പരീക്ഷണത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിട്ടുള്ളത്. ഈ ഇസ്തിആദ നമ്മൾ പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങളിൽ നിന്ന് ഇസ്തിആദ നടത്തിയത് കാണാം. അതിലൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസ്സൂ, അല്ലാഹുവേ മോശപ്പെട്ട അയൽവാസി, അവനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. രണ്ടാമത്തേത് വമിൻ സൗജിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ്, നര എത്തേണ്ട പ്രായം ആകുന്നതിന് മുമ്പേ എന്നെ നരബാധിപ്പിച്ച ഇണയിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഭാര്യ, എല്ലാ സമയത്തും അവനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തുന്ന ഒരു ഭാര്യ. അപ്പൊ അവന് നിരക്കേണ്ട പ്രായമാകണതിന് മുന്നേ ഈ ഭാര്യയുടെ ശല്യം കൊണ്ട് അവൻ കാര്യങ്ങൾ നരബാധിച്ചിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു പറഞ്ഞു എന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആർത്തി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വളരെ അപകടത്തിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് പറഞ്ഞ സമ്പത്താണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, ഫിത്നയാണ്, പരീക്ഷണമാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ, അത് സമ്പാദിക്കുമ്പോൾ, ചെലവഴിക്കുമ്പോൾ നമ്മൾ അതീവ സൂക്ഷ്മത കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പരലോകമാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഒരാൾ ഹറാമിലൂടെയാണ് അവൻ പോഷണം നേടുന്നതെങ്കിൽ, അവന്റെ തീറ്റ അവൻ സമ്പാദിച്ച ഹറാമായ സമ്പാദ്യത്തിലൂടെയാണെങ്കിൽ അതിന് ഏറ്റവും യോജിച്ചത് നരകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാലുൻ എന്ന വാക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മാല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തെറ്റി എന്നാണ്. തെറ്റി. മാലുൻ എന്ന വാക്ക് മാലയിൽ നിന്നാണ് വന്നത്. അതിന് ബന്ധമുണ്ട്. കാരണം സമ്പത്തിനോടുള്ള ഇഷ്ടം കൂടിയാൽ
നമ്മളെ ഹൃദയത്തെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കും. എന്നാൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ സമ്പാദിച്ച് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് ചെലവഴിച്ചാൽ അവന് ഇഹലോകത്ത് അവൻ ആ സമ്പത്ത് കൊണ്ട് അനുഭവിക്കാം, പരലോകത്ത് അവന് വലുത് കിട്ടും. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുക്സിരീന ഹുമുൽ മുഖില്ലൂന യൗമൽ ഖിയാമ. ഇവിടെ ഈ ദുനിയാവിൽ ധാരാളം സമ്പത്ത് ലഭിച്ച ആളുകൾക്ക് പരലോകത്ത് പ്രതിഫലം കുറവായിരിക്കും. ഇല്ലാ മൻ അതാഹുല്ലാഹു ഖൈറൻ ഫനഫഹ ഫീഹി യമീനഹു വശിമാലഹു വബൈന യദൈഹി വവറാഅഹു വഅമില ഫീഹി ഖൈറാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തി. സമ്പത്ത് കൂടുതൽ കിട്ടിയ ആളുകൾക്ക് നാളെ പരലോകത്ത് പ്രതിഫലം കുറവായിരിക്കും. എന്നാൽ ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇടതും വലതും മുന്നിലും പിന്നിലുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ ഒഴികെ അവർക്ക് നാളെ പരലോകത്തും പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറെ റിവായത്തിൽ കാണാം, അങ്ങനെയുള്ള ആളുകൾ കുറച്ചാണ്. സമ്പത്ത് കിട്ടിയിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ കുറച്ചാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്തും അതിന്റെ ഗുണമുണ്ടാകും. ഇഹലോകത്ത് അവർക്ക് ആ സമ്പത്ത് കൊണ്ട് അനുഭവിക്കാം. കുറച്ച് സമ്പത്തുണ്ടെങ്കിൽ കുറച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, ഇസ്നതാനി യക്റഹുമാ ഇബ്നു ആദം. മനുഷ്യന് രണ്ട് കാര്യം വെറുപ്പാണ്. ഒന്ന് മരണമാണ്. മരണം മനുഷ്യന് ഇഷ്ടമല്ല, പൊതുവെ മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ വൽ മൗതു ഖൈറുൽ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫിത്നയേക്കാൾ ഖൈറാണ് മരണം. മരിച്ച് നല്ലൊരു മരണം അവന് കൈവരിക്കാൻ സാധിച്ചു, വേറെ ഫിത്നയിലൊന്നും പെടാതെ, എങ്കിൽ വിശ്വാസിക്ക് അത് ഖൈറാണ്. രണ്ടാമത് മനുഷ്യൻ വെറുക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയക്റഹു ഖില്ലത്തൽ മാൽ. അവന്റെ സമ്പത്ത് കുറയുന്നത് അവന് ഇഷ്ടമല്ല, സമ്പത്ത് കുറയുന്നത് അവന് ഇഷ്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. കുറച്ച് സമ്പത്താണെങ്കിൽ കുറച്ച് കണക്ക് പറഞ്ഞാൽ മതി അള്ളാഹുവിനോട്. കൂടുതൽ സമ്പത്തുള്ളവർ കൂടുതൽ അള്ളാഹുവിന് മുമ്പിൽ വിചാരണക്ക് വിധേയരാകും. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവർ രക്ഷപ്പെടും. അവർക്ക് നാളെ പരലോകത്തും അതിന്റെ കൂലി ഉണ്ടാകും. അപ്പൊ സമ്പത്ത് അത് ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും, നമ്മുടെ പരലോകത്തെ അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കഥയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠവും അത് തന്നെയാണ്. സാമ്പത്തികമായ ഒരു സമ്പത്ത് കിട്ടിയ ഒരു നല്ലൊരു അവസരം അവർ എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നതിനപ്പുറത്ത് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുക എന്നുള്ള കാര്യമാണ് അവർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഈ കഥയിൽ നിന്നുള്ള മറ്റൊരു പാഠമാണ്, നമ്മൾക്കൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് അറിവുള്ള ആളുകളുടെ അടുത്ത് പോയി ഇസ്തിശാറ നടത്തുക, ആ പ്രശ്നത്തിനൊരു പരിഹാരം തേടുക എന്നുള്ളത് ഈ കഥയിലുള്ള പാഠമാണ്. അവർ രണ്ടുപേരും പ്രശ്നമുണ്ടായപ്പോൾ ആരുടെ അടുത്തേക്ക് ചെന്നത്? അതിന് തീർപ്പാക്കാൻ സാധിക്കുമെന്ന് തോന്നി അറിവുള്ള ഒരാളടുത്തേക്കാണ് ചെന്നത്. അയാളാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾക്കൊരു വിഷയമുണ്ടായാൽ, നമ്മൾ രണ്ടുപേർ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ അറിവുള്ള പഠിച്ച ആളുകളെ സമീപിക്കുക എന്നുള്ളത് നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അറിവുള്ള ആളുകളോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഫായിദയാണ് ഈ കഥയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണപാഠമാണ്, അല്ലാഹു തആല അവനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അവനെ സൂക്ഷിക്കുന്നയാൾക്ക് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ അതിന് പ്രതിഫലം കൊടുക്കും. അപ്പൊ നോക്ക്, ഇവർ രണ്ടുപേരും അള്ളാഹുവിനെ സൂക്ഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് എന്താണ്? നമ്മളുണ്ടാക്കുന്ന സമ്പത്ത് പ്രധാനമായിട്ടും നമ്മുടെ മക്കൾക്ക് തന്നെയാണ്.
അപ്പൊ ഇവർ രണ്ടുപേരും സൂക്ഷ്മത കാണിച്ചപ്പോൾ അവർക്ക് അല്ലാഹു തആല ദുനിയാവിൽ അതിനേക്കാൾ വലിയ ഖൈർ കൊടുത്തു. ഈ സമ്പത്ത് രണ്ടുപേർക്കും നഷ്ടമായില്ല, രണ്ടുപേർക്കും കിട്ടി. എങ്ങനെ? അവരുടെ മക്കളിലൂടെ ഒരു നല്ല ബന്ധം അവർക്ക് കിട്ടി. രണ്ട് സാലിഹായ ആളുകളുടെ രണ്ട് മക്കൾ പരസ്പരം ഒന്നിച്ചു. ദുനിയാവിൽ കിട്ടിയൊരു വലിയ ഖൈറാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയൊരു ഖൈർ ദുനിയാവിൽ തന്നെ കിട്ടി. പരലോകത്ത് വേറെ ഉണ്ടാവും. കാരണം അവരുടെ ഈ സൂക്ഷ്മത ആളുകൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു, നമ്മൾക്ക് കഥയായി പറഞ്ഞു തന്നു. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു ഫായിദയാണ്, മാതാപിതാക്കൾ സൂക്ഷ്മതയുള്ള സാലിഹായ ഉമ്മയും ഉപ്പയും അതിന്റെ ഗുണം അവരുടെ മക്കൾക്ക് കൂടി ഉണ്ടാകും. അപ്പൊ നോക്ക്, സാലിഹായ രണ്ട് മനുഷ്യന്മാർ അവരുടെ സലാഹ് കൊണ്ട് ആർക്കാ ഗുണം കിട്ടിയത്? അവർക്ക് ഗുണം കിട്ടിയതിന്റെ കൂടെ തന്നെ അവരുടെ മക്കൾക്ക് കൂടി എന്ത് ചെയ്തു? ഒരു നല്ല ബന്ധം, ഒരു കെട്ടുബന്ധത്തിലൂടെ അവർക്കതിന്റെ ഗുണമുണ്ടായി. അപ്പൊ നമ്മളുടെ സലാഹ്, നമ്മൾ സാലിഹായി തീർന്നാൽ നമ്മൾക്ക് മാത്രമല്ല ഇതിന്റെ ഗുണം, നമ്മുടെ മക്കൾക്ക് കൂടി അതിന്റെ ഗുണം ഉണ്ടാകും. അതിന്റെ ഫായിദ മക്കൾക്ക് കൂടി ലഭിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്, അള്ളാഹ്ക്ക് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചാൽ അള്ളാഹു തആല അതിനേക്കാൾ ഖൈറായത് അവന് കൊടുക്കും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അവർ, അള്ളാഹു ഇതിന് എനിക്ക് അവകാശപ്പെട്ടതാണോ അല്ലേ, അള്ളാഹുവിനോടുള്ള ആ ഭക്തിയും സൂക്ഷ്മത കൊണ്ടാണ് അള്ളാഹ്ക്ക് വേണ്ടി അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് രണ്ടുപേരും. പക്ഷെ അവർക്ക് അതിനേക്കാൾ ഖൈറായത് അള്ളാഹു തിരിച്ചു കൊടുത്തു. ആ സമ്പത്തും കൊടുത്തു, അതിനപ്പുറത്ത് നല്ല ബന്ധം കൊടുത്തു. അവരുടെ രണ്ട് മക്കൾ തമ്മിൽ എന്ത് ചെയ്തു? കല്യാണമുണ്ടായി. അതൊക്കെ അവിടെ സംഭവിച്ചു. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, യുവാക്കളെ യുവതികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഫായിദ ഇതിലുണ്ട്, അതിനുള്ള പ്രോത്സാഹനം ഇതിലുണ്ട്. നമുക്ക് ഇവർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് പ്രശ്നത്തിന് പരിഹാരമായി നിർദ്ദേശിച്ചത് രണ്ടുപേരും മകള് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ അംഗീകരിച്ചു. അപ്പൊ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ ചാരിത്രശുദ്ധി, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് എത്രയും പെട്ടെന്ന് അവരെ കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളത്. പെൺകുട്ടികളുടെ വിഷയത്തിലൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾ കാണിക്കുന്ന താല്പര്യം ആൺകുട്ടികളുടെ വിഷയത്തിൽ കാണിക്കാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളുടെ കാര്യത്തിലും അതീവ ശ്രദ്ധയുണ്ടാകണം. പലപ്പോഴും പേടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ജോലി ഒരു പ്രശ്നമായിട്ടുണ്ടാകും. നമ്മുടെ ചില രക്ഷിതാക്കളുടെ കാര്യം ചിന്തിക്കണം കേട്ടോ. അവർക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ടാവും, മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവും, എന്നിട്ടും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട്. മകനൊന്ന് സെറ്റാകട്ടെ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളുടെ ദുന്യവിയായ ജീവിതം അത് സേഫ് ആകണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവന്റെ ദീനിയായ ജീവിതം ചിലപ്പോൾ നശിച്ചു പോകും. അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അവന് നല്ലൊരു ഇസ്ലാം അനുവദിച്ച അല്ലെങ്കിൽ ഇസ്ലാം ശറഅാക്കിയ അവന്റെ ലൈംഗിക ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മനോഹരമായ ഒന്നാണ് വിവാഹം. അതിന് ഈ പറഞ്ഞിട്ടുള്ള തീർത്തും ന്യായമല്ലാത്ത കാരണം പറഞ്ഞിട്ട് സമ്പത്തുള്ള രക്ഷിതാക്കൾ വരെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്ന വിഷയത്തിൽ ആൺകുട്ടികളെ പ്രത്യേകിച്ചും അതിന് വെറുതെ സമയം നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. സഹോദരങ്ങളിത് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ആൺകുട്ടികൾ അവർ സമ്പാദിക്കാനുള്ള വകുപ്പ് കണ്ടെത്തണമെന്നുള്ള വേറെ വിഷയം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, 3 വിഭാഗം ആളുകളെ അള്ളാഹു സഹായിക്കും എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അതിലൊന്ന് വന്നാകിഹുല്ലദീ യുരീദുൽ അഫാഫ്, ഇഫ്ഫത്ത്, ചാരിത്രശുദ്ധി, ലൈംഗിക വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരാളെ അള്ളാഹു സഹായിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട്
നമ്മൾ ഈ പറഞ്ഞത് പ്രത്യേകിച്ചും മക്കളുടെ കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിവുള്ള രക്ഷിതാക്കൾ ഒരിക്കലും അതിൽ നിന്ന് എന്ത് ചെയ്യരുത്, പിന്നോട്ടടിക്കരുത്. കാരണം അവർ ഹറാമിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തേണ്ട ഭാഗമാണത്. നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ പറഞ്ഞ കഥയിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠമാണ്. അതേപോലെ തന്നെ ഈ ഹദീസിൽ ഈ വിധി തീർപ്പാക്കുന്നയാൾ പറഞ്ഞത് കാണാം, ഇതിൽ നിന്ന് സദഖ കൊടുക്കണം എന്ന് പറഞ്ഞു, സ്വന്തത്തിനു വേണ്ടി ചെലവഴിക്കുക. അതേപോലെ തന്നെ വലിയതസദ്ദഖ, അവർ രണ്ടുപേരും സദഖ കൊടുക്കട്ടെ. ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ സദഖ കൊടുക്കുക എന്നുള്ളത് ശറഅാക്കപ്പെട്ട കാര്യമാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടിയല്ലോ, ഒരു അനുഗ്രഹം അള്ളാഹു തന്നു, അതിനുള്ള നന്ദി എന്നോണം സദഖ കൊടുക്കുക. ഇവിടെ ആ സമ്പത്ത് അവർക്ക് നിഅമത്തായി അള്ളാഹു കൊടുത്തതാണ്. അതിൽ നിന്ന് അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ എന്തു പറഞ്ഞു? സദഖ കൊടുക്കാനും കൂടി പറഞ്ഞു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാചകം കാണാം, മൻ അൻഅമ അല്ലാഹു അലൈഹി ബിനിഅമത്തിൻ ഫഇന്ന മിനസ് സുന്നതി അൻ യതസദ്ദഖ ബിശൈഇൻ മിൻ മാലിഹി. അല്ലാഹു ആർക്കെങ്കിലും ഒരു അനുഗ്രഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും സദഖ കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. ആ അനുഗ്രഹത്തിന് നന്ദി എന്നോണം. അതും ഇതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പാഠമാണ്. അതേപോലെ തന്നെ മറ്റൊരു പാഠമാണ്, നമ്മളുടെ ആവശ്യത്തിനേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യം അതിനെ പരിഗണിക്കുക എന്നുള്ളത്. ഇപ്പോ ഈ വ്യക്തി ആദ്യം വന്നിട്ട് പറഞ്ഞത് ഇതെന്റേതല്ല, ഈ സ്വർണം ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വാർത്ഥത എന്ന് പറയും, അനാനീയത്ത് എന്ന് പറയും, അതില്ലാത്തത് കൊണ്ടാണ് ഇയാൾക്കത് ചെയ്യാൻ പറ്റിയത്. മറ്റേ കക്ഷിയും അതേപോലെ തന്നെ, എനിക്ക് വേണ്ട, താങ്കൾ എടുത്തോളൂ. സ്വാർത്ഥതയുള്ള പിശുക്കുള്ള ഒരാൾക്കതിന് സാധിക്കില്ല. അൽ ഈസാർ എന്ന് പറയും, നമ്മളെക്കാൾ മറ്റുള്ളവരെ, നമ്മളുടെ ആവശ്യം, നമുക്ക് ആവശ്യമുണ്ടായിട്ട് കൂടി മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിക്കുക എന്നുള്ള മഹത്തരമായ ഗുണം. അവർക്ക് ആവശ്യമുണ്ടായിട്ട് കൂടി മറ്റുള്ളവരുടെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെന്ത് ചെയ്യാം, അവരുടെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളത്. അത് ജൂദിന്റെ വലിയ അവസ്ഥയാണത്. നമ്മൾക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാം, മുൻഗണന കൊടുക്കുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. നമ്മൾക്ക് എന്തൊക്കെ ഖൈർ സ്വന്തത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം തന്റെ സഹോദരനും ആഗ്രഹിക്കണം. അതിലേറ്റവും ഉയർന്ന ഒരു മർത്തബയാണെന്ത്, നമ്മുടെ ആവശ്യം, നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് കൂടി നമ്മുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവന്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തത്തിന് നമ്മൾ എന്തൊക്കെ ഖൈർ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം തന്റെ സഹോദരനും ആഗ്രഹിക്കുന്നതുവരെ അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ നമ്മൾ എന്തൊക്കെ ഖൈർ നമ്മൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ, അത് ദീനിയായ ഖൈറുകളാകട്ടെ ദുന്യവിയായ ഖൈറുകളാകട്ടെ, ദീനിയായ ഖൈറാണ് അതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട്, നമുക്ക് അള്ളാഹു സലഫിയത്ത് നൽകിയിട്ടുണ്ട്, നമുക്ക് അള്ളാഹു തആല സുന്നത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദീനിയായ കാര്യങ്ങൾ, നിസ്കരിക്കാൻ പറ്റുന്നു, ജമാഅത്തിന് വരാൻ സാധിക്കുന്നു, ഇത് നമ്മളെ സഹോദരന് കൂടി നമ്മൾ ആഗ്രഹിക്കണം. അതിന് പറ്റാത്ത ആളുകൾക്ക് അവർക്കും പറ്റണം, അവർക്കും അത് കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ ദുന്യവിയായ കാര്യം, നമ്മൾക്ക് അള്ളാഹു വീട് തന്നിട്ടുണ്ട്, സഹോദരൻ വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കൽ, നമ്മൾക്ക് അള്ളാഹു തആല മറ്റു സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്, അതെന്റെ സഹോദരൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കും. ഒക്കെ ഇതിന്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കഥയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗുണപാഠങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിലേറ്റവും മികച്ചു നിൽക്കുന്ന നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം സാമ്പത്തിക വിശുദ്ധിയാണ്.
ഹറാമ് നമ്മുടെ സമ്പത്തിലേക്ക് വരുമോ എന്നുള്ള ബേജാറ്, അത് നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സംഭവ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ കഥയിലൂടെയുള്ള തർബിയത്ത് ഉണ്ടല്ലോ, പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ഇല്ലാത്ത കഥകളും അങ്ങനത്തെ കഥകളൊന്നും പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ തർബിയ നടത്തേണ്ട ആവശ്യമില്ല. പ്രവാചക കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കഥകളുണ്ട്. ഇപ്പം നമുക്ക് ഈ കഥ നമ്മൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കി, ഇനി ഇതിൻ്റെ ആശയം നമ്മുടെ മക്കളോട് പറയാം. അപ്പോൾ അവർക്ക് ഒരു സത്യസന്ധതയും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു വലിയ കാര്യമായിരിക്കും. നമ്മുടെ നബി പറഞ്ഞ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തആല ഈ ഒരു ഇരുത്തം അമലുൻ സാലിഹായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.